ഹലോ മക്കളെ, നമ്മൾ കിടിലമായിട്ട് ഇന്നൊരു 5 മിനിറ്റ് കൊണ്ട് ഒരു ടോപ്പിക് സെറ്റ് ആക്കുകയാണ്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്, നമ്മുടെ പ്രിന്റ് കൾച്ചറിലെ ആ ഒരു ഭാഗം. എന്താണ്? ഗുട്ടൻബർഗിന്റെ ഒരു ഭാഗമുണ്ട് മക്കളെ. എന്താണ് നമ്മുടെ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെക്കാനിസം, എങ്ങനെ എവല്യൂഷൻ സംഭവിച്ചു, അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്, ഗുട്ടൻബർഗ് കണ്ടുപിടിച്ചിട്ടുള്ള പ്രിന്റിംഗ് പ്രസ്. ഓക്കെ, അതെന്താണ് നമ്മൾ കൃത്യമായിട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഗുട്ടൻബർഗ് ആൻഡ് പ്രിന്റിംഗ് പ്രസ് എന്നുള്ള ഭാഗം നോക്കുക നിങ്ങൾ. അദ്ദേഹം ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ്? ഒലീവ് ആൻഡ് വൈൻ പ്രൊസസ് ആയിരുന്നു അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് കണ്ട് വളർന്ന്, പക്ഷെ അദ്ദേഹം ആയതെന്താ, അദ്ദേഹം എന്തായിട്ട് മാറി? ഗോൾഡ് സ്മിത്ത് ആയിട്ട് മാറി. ഭാവിയിൽ സ്വർണ്ണ പണിക്കാരനായിട്ട് പിന്നീട് അദ്ദേഹം മാറി. പക്ഷേ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് നോക്കിയാൽ മക്കളെ, ഗോട്ട് ദ എക്സ്പെർട്ടൈസ് ഇൻ ക്രിയേറ്റിംഗ് ലെഡ് മോൾഡ്. എന്തിനാണ് ലെഡ് മോൾഡ് ഉണ്ടാക്കുന്നത്? നമുക്കറിയാം എന്താണ്, സ്വർണ്ണപ്പണിക്കാർക്ക് എന്തുണ്ട്, സ്വർണ്ണം ചെറിയ കഷ്ണങ്ങളാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ഉപയോഗിക്കുന്നുണ്ട്? ലെഡ് മോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് അവർ ട്രിങ്കൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ഐഡിയ എന്താക്കി മാറ്റി അദ്ദേഹം? നമ്മുടെ ഗുട്ടൻബർഗ് ചിന്തിച്ചു, ഈ ഐഡിയ പ്രിന്റിംഗ് പ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ള ഐഡിയയിലേക്ക് മാറ്റി നോക്കി. അപ്ലൈഡ് ദിസ് നോളേജ് ടു ക്രിയേറ്റ് ദ പ്രിന്റിംഗ് പ്രസ്. അപ്പൊ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സിന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഐഡിയ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതാണ്. ഓക്കെ, അത് സെറ്റാണ് ഈ മക്കളെ. എന്താണ്? Olive press was the base model and lead mold were the used to cast alphabets. എന്താ പറയുന്നത്? ലെഡ് മോൾഡ്, അതായത് ലെഡ് മോൾഡ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു? ആൽഫബറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ ഒലീവ് എന്താണ് നോക്കിയ, ഒലീവ് പ്രസ് വാസ് ദി ബേസ് മോഡലായി. അദ്ദേഹത്തിന്റെ ഐഡിയ എന്താക്കി? അദ്ദേഹം ഇവിടെ ഐഡിയ ഉണ്ടായിരുന്നു. എന്താണ്? ഒലീവ് പ്രസ് എന്നുള്ളൊരു ഐഡിയ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കൺവേർട്ട് ചെയ്തിട്ട് എന്തിലേക്ക് മാറ്റി? പ്രിന്റിംഗ് പ്രസ്സിലേക്ക് മാറ്റി. ഇത് പിന്നീട് എന്തിലേക്കൊക്കെ നയിച്ചു നമ്മൾ കണ്ടത്? പ്രിന്റിംഗ് റെവല്യൂഷനിലേക്കൊക്കെ നയിച്ചു കണ്ട. അപ്പൊ ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണ് മക്കൾ. നോക്കുക, എന്താണ്? ഇൻ 1448 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷമാണ്. 1448 അദ്ദേഹം ആദ്യമായിട്ട് ആ പ്രിന്റിംഗ് പ്രസ്സിൽ ഒരു ബുക്ക് പ്രിന്റ് ചെയ്യാണ്. എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് ബുക്ക് ഏതാ മക്കളെ? ദ ബൈബിൾ. ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 180 കോപ്പീസ് അദ്ദേഹം 3 വർഷത്തിനിടയ്ക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മക്കൾ ആലോചിച്ച് വെക്കുക. എന്താണ് ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യൻ, ആ ഒരു ശാസ്ത്രജ്ഞൻ തന്നെ പറയാം അല്ലെ. കാരണം എന്താ, പ്രിന്റിംഗ് പ്രസ് പോലുള്ള അത്രയും വലിയൊരു കണ്ടുപിടുത്തം നടത്തിയത് ആരാണ്? ഗുട്ടൻബർഗ് ആണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം അല്ലെ, ഇത് എന്തിലേക്ക് നയിച്ചു മക്കളെ? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രിന്റിംഗ് പ്രസ്സും കാര്യങ്ങളൊക്കെ വന്നു. ടെക്നോളജി ഡെവലപ്പായി. സ്വാഭാവികമായിട്ട് എന്താണ്, പുതിയ പ്രിന്റിംഗ് പ്രസ്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി, ഡെവലപ്ഡ് ആയിട്ട്. പക്ഷെ ആരാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? ഗുട്ടൻബർഗ്. അപ്പൊ നമ്മൾ പ്രിന്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ തന്നെ പഠിക്കുമ്പോൾ അതെങ്ങനെയാണ് അതിന്റെ ബേസ് കിട്ടണമെങ്കിൽ നമ്മൾ ആരാണ് അതിന്റെ മെയിൻ ആളെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പൊ ഗുട്ടൻബർഗ് ആണ്. ഓർത്ത് വെക്കുക, മെനി ബുക്സ് വെയർ പബ്ലിഷ്ഡ്. ഹാൻഡ് പ്രിന്റിംഗ് ടു ഓട്ടോമേറ്റഡ് പ്രിന്റിംഗ് മേഡ് പ്രിന്റിംഗ് റെവല്യൂഷൻ. എന്താ പറയുന്നത്? ഹാൻഡ് പ്രിന്റിംഗ് ആയിരുന്നു. നമ്മൾ കണ്ടു അല്ലേ, ചെറിയ വുഡ് ബ്ലോക്സിലൊക്കെ പ്രിന്റ് ചെയ്തിരുന്ന ആ കാലത്ത് നിന്ന് ഒറ്റ ഷിഫ്റ്റ് ആണ് ഗുട്ടൻബർഗ് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നോക്കി, ഹാൻഡ് പ്രിന്റിംഗ് ടു പ്രിന്റിംഗ് റെവല്യൂഷൻ. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രിന്റിംഗ് ടു എന്താണ്? ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രിന്റിംഗ് എന്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നത്? പ്രിന്റിംഗ് റെവല്യൂഷനിലേക്ക് നയിച്ചു എന്ന് പറയുന്നത്, ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുല്ലേ എന്തൊക്കെ കാര്യങ്ങൾ വന്നു, അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടു. റീഡിംഗ് മാനിയൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ് അല്ലേ. നോക്കിയേ, ഇറ്റ് ഡിഡ് നോട്ട് എൻറ്റയർലി സ്റ്റോപ്പ് ഹാൻഡ് പ്രിന്റിംഗ്. പക്ഷേ ഇത് ഹാൻഡ് പ്രിന്റിംഗ് കംപ്ലീറ്റ്ലി ഒന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് സംഭവിച്ചു? പക്ഷെ പ്രിന്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സാധനം, പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെക്കാനിസത്തിനെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പേരാണ് ആര്? ഗുട്ടൻബർഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ. 5 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് കൊണ്ട് മക്കൾക്ക് ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ആ മെയിൻ ചാപ്റ്ററിൽ എങ്ങനെയാണ് ആ പ്രിന്റ് കൾച്ചർ ഉണ്ടായത്, അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്താണ് നമുക്ക് നോക്കണമെങ്കിൽ ഗുട്ടൻബർഗ് ആരാണെന്ന് നോക്കണം. ഓക്കെ, സെറ്റാണ്. അത് കിട്ടിയെങ്കിൽ അടിപൊളിയായിട്ട് മക്കൾ നോക്കുക. എക്സാമിന് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വായിക്കുക കേട്ടോ. സെറ്റ്.